أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا وعرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا قل هل ننبئكم بالأخسرين أعمالا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 959 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 99 മുതൽ 102 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ് വനുഫിഖ ഫിസ്സൂർ ഫജമഅനാഹും ജംഅ وعرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 99 മുതൽ 102 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 110 ആയത്തുകളുള്ള സൂറത്തുൽ കഹ്ഫിന്റെ സമാപന ഭാഗത്ത് ആശയങ്ങളെ, അതിലെ പ്രതിപാദ്യ വിഷയങ്ങളെ ഒക്കെ സമാഹരിച്ചുകൊണ്ട്, സംഗ്രഹിച്ചുകൊണ്ട്, ഉപസംഹരിച്ചുകൊണ്ട് നൽകപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള, അർത്ഥഗാംഭീര്യമുള്ള ചില കാര്യങ്ങൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്ന ആയത്ത് മുതൽ ഈ 110-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം അങ്ങനെയുള്ള ആയത്തുകൾ അടങ്ങിയിട്ടുള്ളതാണ് എന്നതാണ് സൂക്ഷ്മമായിട്ട് ആ ആയത്തുകളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പ്രാധാന്യമേറിയ 3-4 വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടതിന് ശേഷം ഈ സൂറത്ത് അതിന്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. ഈ ആയത്തുകളുടെ വിശകലനം നിർവഹിക്കുന്നതിന്റെ മുമ്പായി ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ
ഒരു പൂർത്തീകരണം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കരുതുകയാണ്. ദുൽഖർനൈൻ ആരായിരുന്നു എന്നത് വ്യത്യസ്തരായ മുഫസ്സിറുകള് ചരിത്രത്തിലെ ശ്രദ്ധേയരായ ചില ആളുകളെ അവരുടെ ജീവിതവുമൊക്കെയായി താരതമ്യം ചെയ്തുകൊണ്ട് ചില നിഗമനങ്ങളിലൊക്കെ എത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. മാസിഡോണിയൻ ചക്രവർത്തിയായിരുന്ന ദിഗ്വിജയിയായ ലോകം കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചക്രവർത്തിയാണ് ഇവിടെ പരാമർശിക്കുന്ന ദുൽഖർനൈൻ എന്ന് അഭിപ്രായപ്പെടുന്ന ധാരാളം പണ്ഡിതന്മാരും നിരീക്ഷകരും ഒക്കെ ഉണ്ട്. എന്നാൽ അലക്സാണ്ടറിന്റെ ജീവിതവും ദൗത്യവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭ്യമായ പല അറിവുകളും വെച്ചുകൊണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദുൽഖർനൈൻ എന്ന ചരിത്ര കഥാപാത്രം അലക്സാണ്ടർ ആണ് എന്ന് തീരുമാനിക്കുക വളരെ പ്രയാസമായിട്ടാണ് കാണുക എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വലിയൊരു സാധ്യതയുള്ളത് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസ് ദ ഗ്രേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സോറിസ് ചക്രവർത്തിയാണ് ദുൽഖർനൈൻ എന്ന ഖുർആൻ പരാമർശിക്കുന്ന, അത് ഒരു പേരല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 കൊമ്പുകളുള്ളവൻ എന്ന അർത്ഥമുള്ള, അതല്ലെങ്കിൽ 2 നൂറ്റാണ്ടുകളിൽ പ്രസക്തനായവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണത്. ഖുർആൻ അതിനെ പരോക്ഷമാക്കി വെക്കുകയാണ്. ദുൽഖർനൈൻ ആരാണ് എന്നത് പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാവർക്കും വെളിപ്പെടേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് ഖുർആൻ അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. സൈറസ് ചക്രവർത്തിയാവാൻ സാധ്യതയുണ്ട് എന്ന് പ്രമുഖരായ പല ഖുർആൻ വ്യാഖ്യാതാക്കളും ചൂണ്ടിക്കാണിച്ചതും നമ്മൾ കാണുകയുണ്ടായി. ദുൽഖർനൈന്റെ മേൽവിലാസം, അദ്ദേഹം ജീവിച്ച കാലഘട്ടം, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, ഇതൊന്നും തന്നെ സൂറത്തുൽ കഹ്ഫ് മുന്നോട്ട് വെക്കുന്ന വളരെ ആഴമുള്ള ഘനപ്പെട്ട ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതിനോ അതിലെ ഗുണപാഠങ്ങള് ആർജിക്കുന്നതിനോ തടസ്സമായിട്ട് നിലകൊള്ളുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചരിത്രഘട്ടത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ലോകത്തെ അറിയപ്പെടുന്ന ജനവാസമുള്ള ഏറ്റവും വിശാലമായ ഒരു ഭൂപ്രദേശത്തെ തന്റെ രാഷ്ട്രീയ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും സത്യം മുൻനിർത്തിക്കൊണ്ട് നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കുകയും ചെയ്ത ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നത് തർക്കരഹിതമായ വിധത്തിൽ ഖുർആന്റെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്രയും മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായും നമ്മൾ അറിയേണ്ടതുള്ളൂ എന്നതാണ് ഖുർആൻ അതിനെ വ്യംഗ്യമാക്കി വെച്ചതിന്റെ, ആ ഐഡന്റിറ്റി വേണ്ട വിധത്തിൽ വെളിപ്പെടുത്താതെ വെച്ചതിന്റെ കാരണവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ചരിത്ര വസ്തുതകളെ ചികഞ്ഞ് കണ്ടെത്താനുള്ള മനുഷ്യന്റെ ജിജ്ഞാസയും താല്പര്യവും ഒക്കെ നിരന്തരം പ്രവർത്തനക്ഷമമാകുന്ന വിധത്തില് ഓരോരുത്തരെയും അന്വേഷണ കുതുകികളാക്കി മാറ്റുന്ന ഒരു ശൈലിയിലാണ് ഖുർആൻ ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ വിവരണം ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. 3
സുപ്രധാനമായ യാത്രകൾ നിർവഹിച്ച, 3 മിലിറ്ററി ക്യാമ്പയിൻസ് തന്നെ നടത്തിയ, 3 പടയോട്ടങ്ങൾ നടത്തിയ ദുൽഖർനൈൻ എന്തുകൊണ്ടും ഈ സൂറത്തിന്റെ തുടക്കത്തില് ഉയർത്തി കാണിക്കപ്പെട്ട ഏകദൈവ വിശ്വാസം, പ്രവാചക ദൗത്യത്തിലുള്ള വിശ്വാസം, പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസം, ഈ 3 കാര്യങ്ങളെ ഏറ്റവും ഏറെ പ്രസക്തിയുള്ളതാക്കി മാറ്റിക്കൊണ്ടാണ് ഈ വിവരണം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഗോഗ് ആൻഡ് മെഗോഗ് വിഭാഗത്തിൽപ്പെട്ട കലാപകാരികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി അവരുടെ നിരന്തരമുള്ള ആക്രമണങ്ങളിൽ നിന്ന് ദുർബലരായ ഒരു സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 2 പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവ് നികത്തിക്കൊണ്ട് ഒരു വലിയ ഭിത്തി പണിത ദുൽഖർനൈൻ ആ ഭിത്തിയെക്കുറിച്ച് അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായ ഒരു കാര്യം നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. അതാ റഹ്മത്തും മിർ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യമാണിത്, അവന്റെ റഹ്മത്തിന്റെ ഒരു പ്രകടനമാണ് നിങ്ങൾക്കിപ്പോ ഈ കർത്തവ്യ നിർവഹണത്തിലൂടെ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. വൈദാ ജാഅ വഅദു റബ്ബി, എന്നാൽ എന്റെ റബ്ബിന്റെ ആ സമയനിർണയം എത്തിക്കഴിഞ്ഞാൽ, എന്റെ റബ്ബ് നിശ്ചയിച്ചുറപ്പിച്ച ആ വാഗ്ദാനം, സമയ വാഗ്ദാനം പുലരുന്ന വേളയിൽ ജഅലഹു ദക്കാ, അവൻ ആ ഭിത്തിയെ തരിപ്പണമാക്കി കളയും. മനുഷ്യസാധ്യമായ എല്ലാ കഴിവും പ്രാപ്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഫലപ്രാപ്തിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭിത്തിയാണ് ഇതെങ്കിലും ഇരുമ്പ് കട്ടികളെ ഉരുക്കിയ ചെമ്പിന്റെ ദ്രാവകം കൊണ്ട് ക്യാപ്പ് ചെയ്ത് ഏറ്റവും സുഭദ്രമായ ഒരു ഭിത്തി തന്നെയാണ് പണിതിട്ടുള്ളത് എങ്കിൽ പോലും അതിന് അല്ലാഹു ഒരു അജല് വെച്ചിട്ടുണ്ട്. ആ അജല് വരെ മാത്രമാണത് തകർക്കപ്പെടാതെ നിലക്കൊള്ളുക എന്നാണ് ദുൽഖർനൈൻ പറയുകയുണ്ടായത്. എന്റെ റബ്ബിന്റെ വാഴ്ത് തീർച്ചയായിട്ടും സത്യമായി പുലരുക തന്നെ ചെയ്യും എന്നും അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയാണ്. എത്ര തന്നെ സാങ്കേതിക വൈദഗ്ധ്യത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും മനുഷ്യനിർമ്മിതമായ ഈ ഭിത്തിക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു അജലുണ്ട്. ആ അജല് വരെ മാത്രമാണ് അത് പ്രവർത്തനക്ഷമമായി അല്ലെങ്കിൽ പ്രയോജനകരമായ വിധത്തിൽ നിലക്കൊള്ളുക. ആ അജലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വാഴ്ത്ത് സംഭവിക്കുകയും അത് തകർക്കപ്പെടുകയും ചെയ്യും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ സംഭവത്തിൽ വിവരിക്കപ്പെട്ട യജൂജ് മഅജൂജ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇവരെക്കുറിച്ച് പല ചരിത്ര പഠനങ്ങളും വളരെ ഫലപ്രദമായ ഉപയോഗപ്രദമായ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. കാക്കസസ് മൗണ്ടൻ മലനിരകളുടെ അപ്പുറത്തായിട്ട് വസിച്ചിരുന്ന പരിഷ്കൃത സമൂഹങ്ങളെയും പരിഷ്കൃത രാജ്യങ്ങളെയും ഒക്കെ നിരന്തരം കടന്നാക്രമണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഈ യജൂജ് മഅജൂജ് അഥവാ ഗോഗ് ആൻഡ് മെഗോഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിഭാഗം ആളുകൾ. ഇന്നത്തെ റഷ്യയുടെയൊക്കെ പ്രദേശം ഉൾപ്പെടുന്ന വിശാലമായ ഒരു പ്രദേശത്തുള്ള വ്യത്യസ്തമായ ഗോത്ര വിഭാഗങ്ങൾ. ചില പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രളയത്തെ അതിജീവിച്ച മക്കളുടെ കൂട്ടത്തിൽ ഒരാളുടെ പിന്മുറക്കാരാണ് ഇവര് എന്നാണ്. ആ വിഭാഗം ആളുകള് പരിഷ്കൃത സമൂഹങ്ങളെ, പല പരിഷ്കൃത രാജ്യങ്ങളെയും നിരന്തരം
കടന്നാക്രമണങ്ങൾക്ക് ഇരയാക്കുകയും അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് അവരെ ഇങ്ങനെയുള്ള ഒരു അസാധാരണമായ ഭിത്തി പണിതുകൊണ്ട് പരിഷ്കൃത സമൂഹങ്ങളെ കടന്നാക്രമിക്കാൻ വേണ്ടി കടന്നു വരാൻ പറ്റാത്ത വിധത്തില് ദുൽഖർനൈൻ അവരെ തടയിട്ട് നിർത്തിയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ ഗോഗൻ മെഗോഗിനെ, ഈ യജൂജ് മഅജൂജ് വിഭാഗങ്ങളെ കുറിച്ച് ലഭ്യമായ പല സൂചനകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കപ്പെട്ട പഠനങ്ങള് ചിലതൊക്കെ സൂചിപ്പിക്കുന്നത് കൊക്കേഷ്യൻ വർഗത്തിൽപ്പെട്ട പിൽക്കാലത്ത് കോളനി വാഴ്ചക്കാരായിട്ടൊക്കെ മാറിയ വിഭാഗം ആളുകളാണ്. അവരുടെ മുൻ തലമുറക്കാരാണ് ഇവിടെ യജൂജ് മഅജൂജ് അഥവാ ഗോഗൻ മെഗോഗ് എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നത്. ഇവരാണ് പിന്നീട് പിൽക്കാലത്ത് ഇംഗ്ലണ്ടിൽ അധിവസിക്കുന്നവരായി മാറിയതും ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്ക, ഓസ്ട്രേലിയ പോലെയുള്ള നാടുകളിലേക്ക് വ്യാപിച്ചതും 100-300 വർഷക്കാലം ലോകത്ത് കോളനി വാഴ്ച നടപ്പിലാക്കുകയൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന വിധത്തിലാണ് അത്തരം പഠനങ്ങൾ പുരോഗമിക്കുന്നത്. ചില സൂചനകൾ ഖുർആനിൽ നിന്ന് ലഭ്യമാവുന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരായത്ത് വിശേഷിച്ച് സൂറത്തുൽ അംബിയയിലെ 96-ാമത്തെ ആയത്തില് വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ അന്നഹും ലാ യർജിഊൻ ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ എന്നൊരു പരാമർശം നമുക്ക് സൂറത്തുൽ അംബിയയിലെ 95-96 ആയത്തുകളിലായിട്ട് കാണാം. വിശുദ്ധ ഖുർആനിൽ ഈ 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ യഅജൂജ് മഅജൂജ് വിഭാഗത്തെ പരാമർശിക്കുന്നത്. സൂറത്തുൽ കഹ്ഫില് നമ്മൾ വായിച്ചു കഴിഞ്ഞ ഭാഗത്ത് ദുൽഖർനൈൻ യഅജൂജ് മഅജൂജിനെ ബന്ധനസ്ഥരാക്കുന്ന വിധത്തില് അവരെ ഇതര സമൂഹങ്ങളുടെ നേരെ അക്രമകാരികളായിക്കൊണ്ട് അവരുടെ നേരെ കടന്നു വരാതിരിക്കുന്ന വിധത്തിൽ അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയ ഒരു സംഭവം പരാമർശിക്കുന്നു എന്നതാണ് ഒന്ന്. അതിലെ രണ്ടാമത്തേതാണ് ഞാനിപ്പോ നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്തുൽ അംബിയയിലെ 95-96 ആയത്തുകളിലായിട്ട് വരുന്ന ഈ പരാമർശം. അത് വ്യക്തമായിട്ടും അർളുൽ മുഖദ്ദസ, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഭൂപ്രദേശം, ബൈത്തുൽ മഖ്ദിസ്, ജെറുസലേം ഒക്കെ അടങ്ങിയ ആ പ്രദേശം, അതിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിവരണമാണ് എന്നാണ് ഖുർആൻ സ്കോളേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ബഹറാമുന അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ, ആ നാട്ടുകാർക്ക് നിഷിദ്ധമാണ്, ആ നാടിനെ നാം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അന്നഹും ലാ യർജിഊൻ, അവർക്ക് അങ്ങോട്ട് തിരികെ എത്താൻ സാധ്യമല്ല, അവർക്ക് അങ്ങോട്ട് തിരികെ പോവാൻ സാധ്യമല്ല. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു, യഅജൂജും മഅജൂജും സ്വതന്ത്രരാക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അവർ തുറന്നിടപ്പെടുന്നത് വരെ, വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, ആ സന്ദർഭത്തിൽ അവര് എല്ലാ ഉയർന്ന കുന്നുകളിൽ നിന്നുമായിട്ട് ചാടി പുറപ്പെട്ടു വരും എന്നാണ് ഖുർആൻ നടത്തുന്ന പരാമർശം. അപ്പോ ദുൽഖർനൈൻ യഅജൂജ് മഅജൂജിനെ ഇവിടെ തടഞ്ഞിട്ടതിന്റെ ഒരു മറുവശമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സൂറത്തുൽ അംബിയയില് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഅജൂജ് മഅജൂജ് ഇവിടെ ബന്ധനസ്ഥരാക്കപ്പെട്ട അവസ്ഥയിലാണ്. ഏതോ ഒരു ഘട്ടത്തിൽ ചരിത്രത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു സന്ദർഭത്തില് അവര് തുറന്നു വിട്ടവരായി മാറും, അല്ലെങ്കിൽ നേരത്തെ അവരുടെ മേലുണ്ടായിരുന്ന യാത്രാ നിയന്ത്രണങ്ങള് ഇല്ലാതെ അവയെ ഭേദിച്ചുകൊണ്ട് തടസ്സങ്ങൾ നീക്കി അവർക്ക് പുറപ്പെട്ടു വരാൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമാകും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം സംജാതമാകുമ്പോൾ മാത്രമാണ് ഈ നിഷിദ്ധമായ
അർളുൽ മുഖദ്ദസയിലേക്ക് ഈ കൂട്ടർക്ക് തിരികെ എത്താൻ സാധിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ കൺമുന്നില് പിന്നിട്ട ഒരു നൂറ്റാണ്ടിനുള്ളിലായിട്ട് നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. അർളുൽ മുഖദ്ദസയിലേക്ക് അവിടുന്ന് അള്ളാഹു ആട്ടിപ്പുറത്താക്കാൻ സാഹചര്യമൊരുക്കിയ സമൂഹം യഹൂദ വിഭാഗം ആ അർളുൽ മുഖദ്ദസയിലേക്ക് തിരികെ എത്തുകയും അവരുടെ നാടായിട്ട് ആ പ്രദേശത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ അക്രമം അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫലസ്തീനികൾ യഥാർത്ഥത്തില് ഈ യഹൂദ വംശം തിരികെ എത്തുന്ന ആ ഘട്ടത്തില് ഈ അർളുൽ മുഖദ്ദസയിലെ അവിടെ അധിവസിച്ചിരുന്ന ആളുകളായിട്ട് നിലകൊണ്ടിരുന്നവരാണ്. അവരാണിപ്പോ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയും അവരുടെ നിലനിൽപ്പിനു വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ യഹൂദ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ ഒരു കാലം അവർക്ക് ആ നാട്ടിലേക്ക് തിരികെ വരാൻ സാധിക്കാത്ത വിധത്തിൽ അവര് തടയപ്പെട്ടിട്ടതായിരുന്നെങ്കിൽ ഈ ഗോഗ് ആൻഡ് മെഗോഗ് റിലീസ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അവര് ആ ഭൂപ്രദേശത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നതാണ് ചരിത്രപരമായ ശ്രദ്ധേയമായ ഒരു കാര്യം. അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈ കക്കേഷ്യൻ വർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട വേണമെങ്കിൽ യജൂജ് മഅജൂജ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്ന ആ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെയുള്ള നീല കണ്ണുകളുള്ള ബ്ലോണ്ട് ഹെയർ ഉള്ള ആ കൊക്കേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് യഹൂദര് ഈ വിശുദ്ധ ഭൂമിയിൽ തിരികെ എത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയുണ്ടായത് എന്നത് സൂക്ഷ്മമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ സൂറത്തുൽ അംബിയായിൽ പരാമർശിക്കുന്ന ഈ യജൂജ് മഅജൂജ് വിഭാഗം തുറന്നിടപ്പെട്ടു എന്നത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിനെ തുടർന്നാണ് ഈ യഹൂദ വിഭാഗത്തിന് ഫലസ്തീൻ ഭൂപ്രദേശം കൈയടക്കാനും അവിടെ അവരുടെ ആധിപത്യം ഉറപ്പിക്കാനും ഒക്കെ സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത് എന്ന് ഈ ആയത്തുകളുടെ സൂചനയുടെ അടിസ്ഥാനത്തില് ആധുനിക കാലഘട്ടത്തിലെ ഖുർആൻ വ്യാഖ്യാതാക്കള് മനസ്സിലാക്കുന്നുണ്ട്. ആ വായന തീർത്തും അസ്ഥാനത്താണ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചരിത്ര സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഈ യജൂജ് മഅജൂജ് വിഭാഗം ദുൽഖർനൈൻ നിർമ്മിച്ച ആ ഭിത്തി കൊണ്ട് തടസ്സപ്പെട്ട് നിന്നിരുന്ന ആ തടസ്സം ഉള്ളവരായിട്ടല്ല ഇപ്പോ ഉള്ളത്. ആ ഭിത്തിയൊക്കെ ഒരു പക്ഷെ കേടുപാടുകൾ കൂടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടാവണം. മഞ്ഞു മൂടിക്കിടക്കുന്ന ആ ഭൂപ്രദേശം എവിടെയാണ് കൃത്യമായിട്ട് ഈ പർവ്വതങ്ങളുടെ വിടവ് ഉണ്ടായിരുന്നത്, ആ വിടവ് ദുൽഖർനൈൻ തൂർത്തു കളഞ്ഞത്, എന്നിട്ട് അതൊരൊറ്റ പർവ്വത നിര പോലെ നിലകൊള്ളുന്നത് എന്നതൊന്നും വേണ്ടത്ര കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഭിത്തി ഖുർആനിൽ ഇവിടെ ദുൽഖർനൈന്റെ വാക്കുകളിൽ സൂചിപ്പിക്കപ്പെട്ട വിധം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് തകർക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. ആ ഒരു സംഗതി അരങ്ങേറിയിട്ടുള്ളതായി നമ്മൾ കാണുന്നില്ല. പക്ഷെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകള് ലോകത്ത് വലിയ അരാജകത്വം ഉണ്ടാക്കുന്ന വിധത്തിൽ വലിയ അധാർമികതയും അതുപോലെ തന്നെ മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ വലിയ സങ്കീർണതയും ഒക്കെ സൃഷ്ടിക്കുന്ന വിധത്തില് 100-300 വർഷക്കാലത്ത് കോളനി വാഴ്ച
നടത്തുകയും ദുൽഖർനൈൻ ഏത് സത്യത്തിനും മൂല്യത്തിനും ഒക്കെ വേണ്ടിയാണോ നിലകൊണ്ടിരുന്നത്, യഥാർത്ഥത്തിൽ അതിന്റെ നേരെ വിപരീത ദിശയിലുള്ള ദുൽഖർനൈൻ ഏതൊരു സാങ്കേതിക വിദ്യയുടെ പേരിലാണ് ഇവിടെ ശ്രദ്ധേയനാവുന്നത്, അതോ അതിനോളമോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ആയ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ആളുകളായിട്ട് അവര് രംഗത്ത് വന്നു. പക്ഷെ അതൊരിക്കലും തന്നെ ദുൽഖർനൈൻ നിർവഹിച്ചതുപോലെയുള്ള ഏതെങ്കിലും സമൂഹത്തിനോട് അവരർഹിക്കുന്ന വിധത്തിലുള്ള പരിഗണനയും സംരക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ട് അവരോട് ബെനവലന്റ് ആയ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹമായിട്ടല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും ശാസ്ത്രവും ഒക്കെ വളരെ ഉയർന്ന തലത്തിൽ തന്നെ ആർജിക്കാൻ കഴിഞ്ഞ ഒരു കൂട്ടര് തീർത്തും ദൈവബോധമില്ലാത്തവരായി മാറിയാൽ സംഭവിക്കാനിടയുള്ള സകല ദുരന്തങ്ങളും വാരി വിതറിക്കൊണ്ട് ലോകത്ത് വലിയ അരാജകത്വം സൃഷ്ടിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകളിലെ ചരിത്ര സംഭവങ്ങളെ, അത് ഖിലാഫത്തിനെ തകർത്തെറിയുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ വിലയിരുത്താൻ ആ നിലക്ക് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള സംഭവ വികാസങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഫലസ്തീൻ കൈയടക്കുവാൻ യഹൂദർക്ക്, സയനിസ്റ്റുകൾക്ക് സാധിക്കുകയുണ്ടായത് എന്നതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 ലോകയുദ്ധങ്ങളും അതുപോലെ സയണിസത്തിന്റെ നേതൃത്വത്തില് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിതമായതും പിന്നിട്ട 7-8 ദശകങ്ങളിലായിട്ട് ഫലസ്തീനികൾ നിരന്തരമായി നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും ഒക്കെ നമ്മളുടെ കൺമുന്നിലുണ്ട്. ഇതൊക്കെ ഗോഗ് മെഗോഗ് സ്വതന്ത്രരാക്കപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ അരങ്ങേറിയിട്ടുള്ള സംഭവ വികാസങ്ങളായിട്ട് മനസ്സിലാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ കാര്യങ്ങളാണ് ഈ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ഈ ആയത്തുകളിലേക്ക് തിരികെ പോവുകയാണ്. ദുൽഖർനൈൻ പണിത ആ ഭിത്തിയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം, ആ ഭിത്തിക്ക് അള്ളാഹു ഒരു വാഴ്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം, അത് എത്ര കാലം നിലനിൽക്കും എന്നതും അള്ളാഹു നിശ്ചയിച്ച അവധിക്ക് അത് തകർക്കപ്പെടും എന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ തുടർന്നാണ് അള്ളാഹു ദുൽഖർനൈൻ പറയുന്ന വിധത്തിലല്ല, അള്ളാഹു പറയുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ വോയിസിൽ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നു. വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ്. ആ നാളിൽ ജനങ്ങളെ നാം തിരമാലകൾ പോലെ മേൽക്കുമേൽ ഇരമ്പിക്കയറുന്നവരായി വിടുന്നതാകുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ്. ആ നാളിൽ, ആ ചരിത്രഘട്ടത്തിൽ നേരത്തെ ദുൽഖർനൈൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ വാഴ്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഭിത്തി തകർക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോ ആ പരാമർശം, ആ കാലഘട്ടം, അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് വതറക്നാ ബഅദഹും യൗമഇദിൻ. ആ നാളിൽ, ആ ചരിത്രഘട്ടത്തിൽ നാം അവരെ വിട്ടേക്കുന്നതാണ്. മനുഷ്യ സമൂഹങ്ങളെ, ജനതതികളെ വിട്ടേക്കുന്നതാണ്. ഏത് വിധത്തിലാണ് വിടുക? യമൂജു യൗമഇദിൻ യമൂജു ഫീ ബഅദ്. ബഅദഹും വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ്. അവരിൽ ചിലർ മറ്റു ചിലരുടെ മേലേക്ക് തിരമാലകളെ പോലെ ആഞ്ഞടിച്ച് ഇരമ്പിക്കയറുന്നതാണ്. ആ വിധത്തിലാണ് നാം അവരെ വിട്ടേക്കുക എന്നാണ് അവിടെ പറയുന്നത്. നമ്മളെ കൺമുന്നില് അനാവൃതമായി കൊണ്ടിരിക്കുന്ന ചരിത്ര സംഭവത്തിലേക്കാണ് ഇവിടെ അള്ളാഹു സൂചന നൽകുന്നത് എന്ന് കാണാൻ കഴിയും.
ഹണ്ടിങ്ടൺ തന്റെ പ്രബന്ധത്തിൽ സൂചിപ്പിച്ച ഒരു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഉണ്ട്. നാഗരികതകള് പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന ഒരു സംഗതിയെയാണ് അമേരിക്കൻ സ്കോളർ സാമുവൽ പി ഹണ്ടിങ്ടൺ തന്റെ പ്രബന്ധത്തില് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്നുള്ള പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നത്. പാശ്ചാത്യ നാഗരികതയും പൗരസ്ത്യ നാഗരികതയും അല്ലെങ്കിൽ ഇസ്ലാമും പടിഞ്ഞാറും പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടല് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നിട്ട ഏതാനും നൂറ്റാണ്ടുകളിലായിട്ട്. അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഒരുപക്ഷെ അള്ളാഹു ഈ ചരിത്ര സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദീർഘമായ യാത്രകൾ സാധിക്കുന്ന, വിദൂരമായ പ്രദേശങ്ങളിലേക്ക് സൈനിക നീക്കം സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളും നാഗരികതകളും ഒക്കെയായിട്ട് ജീവിക്കുന്ന സമൂഹങ്ങൾ പരസ്പരം ഒന്ന് മറ്റൊന്നിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. പഴയ കാലത്ത് യുദ്ധങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അയൽ രാജ്യങ്ങൾ തമ്മിലായിരുന്നു നേരത്തെ യുദ്ധങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇപ്പോ നടക്കുന്ന യുദ്ധങ്ങള് ലോകത്തിന്റെ ധ്രുവങ്ങളോളം അകൽച്ചയിലുള്ള പ്രദേശങ്ങളിലെ വളരെ വ്യത്യസ്തമായ നാഗരികപരമായ പ്രത്യേകതകളുള്ള സമൂഹങ്ങൾക്കിടയിലാണ് ഇന്ന് ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം കാണാനോ സന്ധിക്കാനോ പോലും കഴിയാത്ത അത്രയും അകലങ്ങളിലുള്ള പ്രദേശങ്ങളിലെ സൈന്യങ്ങളാണ് അവർക്കൊന്നും അവകാശപ്പെട്ടതല്ലാത്ത ഭൂപ്രദേശങ്ങളിൽ വന്ന് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഇപ്പോ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്കുള്ള വലിയ സൂചനയാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ദുൽഖർനൈന്റെ ആ ഭിത്തി തകർക്കപ്പെടുന്നതിന് അള്ളാഹു ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടമാകുമ്പോൾ അള്ളാഹുവിടെ പ്രത്യേകം പറയുന്നത് അള്ളാഹും മനുഷ്യരിലെ ചില വിഭാഗങ്ങളെ നാം അക്കാലത്ത് ആ ഘട്ടത്തിൽ വിട്ടേക്കും. യൗമ ഇതിൻ യമൂജു ഫീ ബാളിൻ, തിരമാലകളെ പോലെ ഇരമ്പി വീശുന്ന, പരസ്പരം തിരമാലകളെ പോലെ ആഞ്ഞടിക്കുന്ന വിധത്തില്, ഇരമ്പിക്കയറുന്ന വിധത്തില് നാം അവരെ വിട്ടേക്കുമെന്നാണ്. പടിഞ്ഞാറൻ നാഗരികതയും പൗരസ്ത്യൻ നാഗരികതയും പരസ്പരം സമുദ്രത്തിലെ തിരമാലകളെ പോലെ ഇരമ്പി അടിച്ചു കയറുന്ന, ഒന്നിനെ തകർത്തുകൊണ്ടിരിക്കുന്ന, ആ വിധത്തില് വലിയ വിനാശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. അള്ളാഹു പല കാരണങ്ങളാലായിട്ട് തടഞ്ഞു നിർത്തിയിരുന്നതാണ് ഇത്തരം ഒരു സംഘർഷവും സംഘട്ടനവും ഏറ്റുമുട്ടലും ഒക്കെ. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയം ആഗതമാവുമ്പോ ഈ വിധത്തില് മൗജ് എന്ന വാക്കാണ് ഇവിടെ ഖുർആൻ ഉപയോഗിക്കുന്നത്. യമൂജു എന്നത്, മൗജ് എന്ന് പറഞ്ഞ തിരമാലയാണ്. യമൂജു എന്ന് പറഞ്ഞാൽ തിരമാലകള് അടിച്ചു വീശുന്ന പോലെ, ഇരമ്പലോടുകൂടി ആഞ്ഞടിക്കുന്ന പോലെ എന്നാണ്. അപ്രതിരോധ്യമായ വിധത്തിൽ ഒരു നാഗരികത മറ്റൊരു നാഗരികതയുടെ മേലേക്ക് ഇടിച്ചു കയറുകയാണ്. ഒന്ന് മറ്റൊന്നിനെ തകർത്തിടുന്ന ഒരു കാഴ്ച. 9/11 സംഭവങ്ങളെല്ലാവരുടെയും സ്മൃതിപഥത്തിൽ ഉണ്ടാകുമെന്ന് കരുതുകയാണ്. പടിഞ്ഞാറൻ നാഗരികത ഭൗതികതയുടെ, വിശ്വാസരാഹിത്യത്തിന്റെ, ദൈവനിന്ദയുടെ ഒക്കെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട അമേരിക്കൻ നാഗരികതയ്ക്ക് ഏറ്റവും വലിയ ഒരു ആഘാതമാണ് ചരിത്രത്തില് 2001 സെപ്റ്റംബർ 9
സെപ്റ്റംബർ 11 അരങ്ങേറുകയുണ്ടായത്. അത് ഒരു നാഗരികതയുടെ മറ്റൊരു നാഗരികതയുടെ മേലേക്കുള്ള ഇരമ്പിക്കയറലായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പല പോർമുഖങ്ങളും സമാനമായ വിധത്തിലുള്ള ഇരമ്പിക്കയറലുകൾ തന്നെയാണ് എന്നത് ആ നിലക്ക് വിലയിരുത്താൻ നമുക്ക് സാധിക്കുന്ന വിധത്തിലാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത്. وَتَرَكْنَا بَعْضَهُمْ يَوْمَئِذٍ يَمُوجُ فِي بَعْضٍ. ചരിത്രത്തിലെ വളരെ അസാധാരണത്വമുള്ള ഒരു സംഭവമാണിത്. മുമ്പെങ്ങും ഇത്രത്തോളം വ്യാപ്തിയില് നാഗരികതകള് പരസ്പരം ഏറ്റുമുട്ടുന്ന തിരമാലകളെ പോലെ ഇരമ്പി അടിച്ച് കയറുന്ന, ഒന്നൊന്നിനെ തകർത്തു കളയുന്ന വിധത്തില്, അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടി രണ്ടും തകർന്നു പോകുന്ന വിധത്തിലുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ഏറ്റുമുട്ടല് സംഭവിക്കുന്ന വിധത്തിൽ മനുഷ്യ സമൂഹങ്ങൾ ആ ഘട്ടത്തില് തിരമാലകളെ പോലെ പരസ്പരം ഇരമ്പിക്കയറുന്ന ഒരു സംഗതി അരങ്ങേറും എന്നാണ്, ആ വിധത്തില് സംഭവങ്ങൾ അരങ്ങേറുവാൻ സാധിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങളെ അല്ലെങ്കിൽ സമൂഹങ്ങളെ അള്ളാഹു അങ്ങനെ വിട്ടേക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വനുഫിഖ ഫിസ്സൂർ, അതേ തുടർന്നാണ് കാഹളത്തിൽ ഊതപ്പെടുന്നത്. ഫജമഅനാഹും ജമ്മ, അതിനെ തുടർന്ന് നാം അവരെയൊക്കെയും തന്നെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഭൂമുഖത്തെ മനുഷ്യന്റെ അധിവാസത്തിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയം അവസാനിക്കുന്നതോടുകൂടി കാഹളത്തിൽ ഊതപ്പെടുന്നതും, ഇതൊക്കെ പ്രതീകാത്മകമായ ചില പ്രയോഗങ്ങളാണ്. ഖുർആൻ നമുക്കത് ഈ ആഖിറു സമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനും സുന്നത്തും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളതാണ്. കാഹളത്തിൽ ഊതപ്പെടുന്നത് അള്ളാഹു നിശ്ചയിച്ച ഭൂമുഖത്തെ മനുഷ്യന്റെ വാസത്തിനുള്ള അവധി എത്തുന്നതോടുകൂടി സംഭവിക്കുന്ന ഒരു കാര്യം. അത് കാഹളം എങ്ങനെ, ഊതപ്പെടുന്നത് എങ്ങനെ, അത് എങ്ങനെ പ്രകടമാകുന്നു തുടങ്ങിയതൊക്കെ മുത്തശാബിഹത്തായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കത് അറിയില്ല. അരങ്ങേറുമ്പോ സംഭവിക്കുമ്പോ മനസ്സിലാക്കുക എന്നതല്ലാതെ, അവയെ അതിന്റെ പ്രതീകാത്മകതയിൽ ഉൾക്കൊള്ളുക എന്നതല്ലാത്ത പോംവഴിയൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോ സമൂഹങ്ങൾ പരസ്പരം ഇടിച്ചു കയറുന്ന തിരമാലകളെ പോലെ പരസ്പരം ഇരമ്പിക്കയറുന്ന ആ ഘട്ടത്തിലാണ് ആ ദുൽഖർനൈന്റെ ഭിത്തി തകർക്കപ്പെടുക എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അല്ലെങ്കിൽ ദുൽഖർനൈന്റെ ഭിത്തി തകർക്കപ്പെടുന്ന ആ സംഭവത്തെ തുടർന്നാണ് തിരമാലകൾ പരസ്പരം ഇടിച്ചു കയറുന്ന വിധത്തില് മനുഷ്യ സമൂഹങ്ങൾ ഒന്നൊന്നിന്റെ മുന്നിലേക്ക് അതിശക്തമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പാഞ്ഞു കയറുന്ന ഒരു സംഭവം അരങ്ങേറുക. തുടർന്ന് വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്നു. ഫജമഅനാഹും ജമ്മ, അവരെ ഒക്കെയും തന്നെ, മനുഷ്യരെ ഒക്കെയും തന്നെ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം നീണ്ടുപോയത് കാരണമായിട്ട് പാരായണം ചെയ്തു വെച്ച ആയത്തുകളുടെ വിശദീകരണം ഇൻഷാ അല്ലാഹ് തുടർന്ന് അടുത്ത ദിവസം നിർവഹിക്കാമെന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.